ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു വീഡിയോ ലെക്ചറിലേക്ക് സ്വാഗതം. ടേംസ് കണക്റ്റഡ് വിത്ത് IC എഞ്ചിൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. IC എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. IC എഞ്ചിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ടേംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ടോപ്പ് ഡെഡ് സെൻറ്റർ അഥവാ TDC. The topmost position of the piston towards cover end side of the cylinder is called top dead center. ഒരു IC എഞ്ചിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിൽ പിസ്റ്റണിൻ്റെ മുകളിലേക്കുള്ള യാത്രയിലെ ഏറ്റവും ഉയർന്ന പൊസിഷൻ, പിസ്റ്റൺ എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന പൊസിഷനെയാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ബോട്ടം ഡെഡ് സെൻറ്റർ അഥവാ BDC. The lowest position of the piston towards crank end side of the cylinder is called bottom dead center. പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലത്തെ പൊസിഷനെയാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഏറ്റവും താഴത്തെ പൊസിഷൻ, പിസ്റ്റൻ്റെ താഴേക്കുള്ള മൂവ്മെൻറ്റിൽ അതിനെത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും താഴത്തെ പൊസിഷനെയാണ് ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ ടോപ്പ് ഡെഡ് സെൻറ്ററിനും ബോട്ടം ഡെഡ് സെൻറ്ററിനും ഇടയിലാണ് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രോക്ക്. ദ ലീനിയർ ഡിസ്റ്റൻസ് അലോങ് ദി സിലിണ്ടർ ആക്സിസ് ബിറ്റ്വീൻ ടോപ്പ് ഡെഡ് സെൻറ്റർ ആൻഡ് ബോട്ടം ഡെഡ് സെൻറ്റർ ഈസ് കോൾഡ് സ്ട്രോക്ക്. പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിങ്ങിൻ്റെ സമയത്ത് നേരത്തെ പറഞ്ഞു ടോപ്പ് ഡെഡ് സെൻറ്ററിനും ബോട്ടം ഡെഡ് സെൻറ്ററിനും ഇടയിലാണ് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആക്സിയൽ ഡയറക്ഷനിലുള്ള ലീനിയർ ഡിസ്റ്റൻസിനെയാണ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററിനും ബോട്ടം ഡെഡ് സെൻറ്ററിനും ഇടയിലുള്ള ലീനിയർ ഡിസ്റ്റൻസിനെയാണ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ബോർ. ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ഈസ് കോൾഡ് ബോർ. പേര് പോലെ തന്നെ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് ഒരു സിലിണ്ടറിനുള്ളിലാണ്. സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്കറിയാം ഒരു സർക്കിളായിരിക്കും. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ അഥവാ ഈ സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെ വിളിക്കുന്ന പേരാണ് ബോർ ഡയമീറ്റർ എന്നും അറിയപ്പെടും. ക്ലിയറൻസ് വോളിയം. ദ വോളിയം കണ്ടെയ്ൻഡ് ഇൻ ദ സിലിണ്ടർ എബോവ് ദി ടോപ്പ് ഓഫ് ദി പിസ്റ്റൺ വെൻ ദ പിസ്റ്റൺ ഈസ് അറ്റ് ടോപ്പ് ഡെഡ് സെൻറ്റർ. പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഏറ്റവും ഉയർന്ന പൊസിഷനായ ടോപ്പ് ഡെഡ് സെൻറ്ററിലെത്തുമ്പോൾ ആ ടോപ്പ് ഡെഡ് സെൻറ്ററിന് മുകളിലുള്ള ചെറിയ വോളിയം, ആ വോളിയത്തിനെയാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. പിസ്റ്റൺ ഒരിക്കലും മുകളിലേക്ക് മൂവ് ചെയ്ത് പിസ്റ്റൺ ഹെഡിൽ ടച്ച് ചെയ്യില്ല. ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു ഗ്യാപ്പിലേക്കാണ് എയർ ഫ്യൂവൽ മിക്സറിനെ കംപ്രസ് ചെയ്യുന്നത്. ആ ഗ്യാപ്പ്, ആ വോളിയം പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോൾ അതിൻ്റെ മുകളിൽ എയറിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ചെറിയ വോളിയത്തിനെയാണ് ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കുന്നത്. Then swept volume. The volume swept through by the piston in moving between top dead center and bottom dead center. Piston ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്കോ തിരിച്ച് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്കോ മൂവ് ചെയ്യുന്ന സമയത്ത് സ്വെപ്റ്റ് ചെയ്യുന്ന, അത് കവർ ചെയ്യുന്ന ആ വോളിയത്തിനെയാണ് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബോട്ടം ഡെഡ് സെൻറ്ററിനും ടോപ്പ് ഡെഡ് സെൻറ്ററിനും ഇടയിലുള്ള വോളിയത്തിനെ, അല്ലെങ്കിൽ അത്രയും വോളിയത്തിനെ, സിലിണ്ടറിനെ നമുക്ക് ഒരു ചെറിയ സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ബോട്ടം ഡെഡ് സെൻറ്റർ മുതൽ ടോപ്പ് ഡെഡ് സെൻറ്റർ വരെ നീളമുള്ള ഒരു സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്താൽ ആ സിലിണ്ടറിൻ്റെ വോളിയത്തിനെയാണ് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. പിസ്റ്റൺ, ഈ പറഞ്ഞ ഓരോ ടേംസും നമുക്കൊന്ന് നോക്കാം. പിസ്റ്റൺ മുകളിലേക്കുള്ള മൂവ്മെൻറ്റിൽ അത് എത്തിച്ചിരുന്ന ഏറ്റവും ഉയർന്ന പൊസിഷനെയാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ടോപ്പ് ഡെഡ് സെൻറ്ററിന് മുകളിൽ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തിന് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നു. ഈ ക്ലിയറൻസ് വോളിയത്തിലേക്കാണ് എയർ ഫ്യൂവൽ മിക്സറിനെ, പെട്രോൾ എഞ്ചിനാണെങ്കിൽ എയർ ഫ്യൂവൽ മിക്സർ, ഡീസൽ എഞ്ചിനാണെങ്കിൽ എയറിനെ കംപ്രസ് ചെയ്യുന്നത്. ദെൻ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ താഴേക്കുള്ള മൂവ്മെൻറ്റിൽ അത് എത്തിച്ചേരുന്ന ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ, ആ പൊസിഷനെയാണ് ബോട്ടം ഡെഡ് സെൻറ്റർ എന്നുകൊണ്ട് വിളിക്കുന്നത്. ഇങ്ങനെ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഡെഡ് സെൻറ്റർ ആൻഡ് ബോട്ടം ഡെഡ് സെൻറ്റർ, അതിനെയാണ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രോക്കിൽ അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിൽ അത് കവർ ചെയ്ത വോളിയം, അത് സ്വീപ്പ് ചെയ്ത വോളിയം occupied between top dead center and bottom dead center, അതിനെയാണ് സ്വെപ്റ്റ് വോളിയം എന്ന് വിളിക്കുന്നത്. ഈ ക്ലിയറൻസ് വോളിയവും സ്വെപ്റ്റ് വോളിയവും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ വോളിയം, അതിനെയാണ് സിലിണ്ടറിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. therefore ടോട്ടൽ വോളിയം ഓഫ് ദി സിലിണ്ടർ ഈസ് ഈക്വൽ ടു ക്ലിയറൻസ് വോളിയം പ്ലസ് സ്വെപ്റ്റ് വോളിയം.
നേരത്തെ പറഞ്ഞു സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സർക്കിളായിരിക്കും. സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സർക്കിളായിട്ടാണ് കാണുന്നത്. ആ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ അഥവാ സർക്കിളിൻ്റെ ഡയമീറ്റർ അഥവാ സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് ബോർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ബോറിൻ്റെ ഡയമീറ്റർ ഡി ആണെന്ന് കരുതുക. സ്ട്രോക്ക് ലെങ്ത് എല്ലും ആണെങ്കിൽ സ്വെപ്റ്റ് വോളിയം ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു എൽ. പൈ ഡി സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത് ആ സർക്കിളിൻ്റെ ഏരിയ ആണ്. എൽ എന്ന് പറയുന്നത് ലെങ്ത്, ബേസ് സർക്കിളിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാൽ ആ സിലിണ്ടറിൻ്റെ വോളിയമായി. ആ വോളിയത്തിനെയാണ് നമ്മൾ സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. കംപ്രഷൻ റേഷ്യോ ഓഫ് ടോട്ടൽ സിലിണ്ടർ വോളിയം ടു ക്ലിയറൻസ് വോളിയം. സിലിണ്ടറിൻ്റെ ടോട്ടൽ വോളിയവും ക്ലിയറൻസ് വോളിയവും തമ്മിലുള്ള റേഷ്യോനെയാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് R എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ്. ഡെഫിനിഷൻ പോലെ തന്നെ ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ സിലിണ്ടർ മൂവ് ചെയ്ത് സ്വെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം കൂടി ചേർന്നാണ് ടോട്ടൽ വോളിയം. ഈ ടോട്ടൽ വോളിയവും ക്ലിയറൻസ് വോളിയവും തമ്മിലുള്ള റേഷ്യോ ആണ്. ക്ലിയറൻസ് വോളിയം തമ്മിലുള്ള റേഷ്യോനെയാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. താങ്ക് യു.